റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അബുൽ അബ്ബാസ് അൽ മുർസി മഹാനം അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറയുന്നു, അബുൽ അബ്ബാസ് അൽ മുർസി പോലുള്ള മഹാരഥന്മാരായ വലിയ വലിയ മഹത്തുക്കളുടെ ഗുരുപ്രമുഖരായ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഇൽമു ഉപകാരപ്പെടണമോ, ഇൽമു ഉപകാരപ്പെടാൻ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ ഇൽമു ഉപകാരപ്പെടുകയുള്ളൂ. ഈ 4 ഉള്ള മനസ്സിന്റെ അകത്ത് ഇൽമു ഉപകാരപ്പെടുകയില്ല. ഏതാണ് 4 അപകടങ്ങൾ? ഒന്ന് ഹുബ്ബു ദുനിയ, ദുന്യാവിനോടുള്ള ഇഷ്ടം. ദുന്യാവിനോട് ഒരാൾക്ക് ഇഷ്ടമുണ്ട്, ദുന്യാവിനോട് ഒരാൾക്ക് പ്രതിപത്തിയുണ്ടെങ്കിൽ അവന് ഇൽമു ഉപകരിക്കുകയില്ല, അതുള്ള മനസ്സിനും ഇൽമു ഉപകരിക്കുകയില്ല. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി എന്ന തന്റെ ശിഷ്യൻ ആലിമീങ്ങൾക്കോ മറ്റാർക്കോ ഹുബ്ബു ദുനിയ ഉണ്ടോ എന്നതിന് അടയാളം പറയുന്നത് അലാമത്ത് ഹുബ്ബു ദുനിയ, ദുന്യാവിന്റെ പദത്തടയും ഇഷ്ടവും ഒരാളുടെ മനസ്സിലുണ്ടെന്നതിന്റെ അടയാളം ഖൗഫുൽ മദിമ്മ വഹുബ്ബു സനാ, ഒരാൾക്ക് മറ്റുള്ളവർ ആക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ച് പേടിയുണ്ടോ, ആശങ്കയുണ്ടോ, മറ്റുള്ളവർ പുകഴ്ത്തുന്നതും പ്രകീർത്തിക്കുന്നതും പ്രശംസിക്കുന്നതും തന്നെയും ഇഷ്ടം തോന്നുന്നുണ്ടോ, അങ്ങനെ ഇഷ്ടം തോന്നുന്നതും കുറ്റം പറയുന്നത് വെറുപ്പായി തോന്നുകയും പേടി തോന്നുകയും ചെയ്യുന്നുണ്ടോ, മനസ്സിന്റെ അകത്ത് ഹുബ്ബു ദുനിയയുണ്ട് എന്നതിന്റെ അടയാളമാണിത്. സ്വയം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അടയാളമാണിത്. ഓരോരുത്തർക്കും അവനവനെ തിരിച്ചറിയാനുള്ള അടയാളമാണിത്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരാളെ കണ്ടാൽ, താൻ ചെയ്ത പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കാത്ത ഒരു അനുഭവം കണ്ടാൽ നമുക്കൊരു തരം നീരസം, ഒരു തരം വെറുപ്പില്ലേ? അംഗീകരിക്കുന്നില്ലല്ലോ. എന്ത് ചെയ്തിട്ടെന്താ? ഒരു അംഗീകാരം കിട്ടുന്നില്ലല്ലോ, ഒരംഗീകാരം കിട്ടുന്നില്ലല്ലോ. വേണ്ടപ്പെട്ടവരിൽ നിന്ന് അംഗീകാരമില്ലല്ലോ, സമൂഹത്തിൽ നിന്ന് അംഗീകാരമില്ലല്ലോ, സമുദായത്തിൽ നിന്ന് അംഗീകാരമല്ലോ, സ്വന്തം കുട്ടികളിൽ നിന്നും പെണ്ണുകളിൽ നിന്നും വരെ അംഗീകാരമില്ലല്ലോ. ഇതൊക്കെ നമുക്ക് തോന്നാറില്ലേ? ഇത് കുറ്റപ്പെടുത്തുന്നതിനോടുള്ള പേടിയും ആശങ്കയുമാണ്. അതേസമയം നമ്മെ പ്രകീർത്തിച്ചാലോ, നമ്മെ പ്രശംസിച്ചാലോ, നമ്മെ ആരെങ്കിലും മദ്ഹ് ചെയ്താലോ ആ മദ്ഹിന് നമുക്ക് ഇഷ്ടം തോന്നുന്നു. ഇത് ദുന്യാവിന്റെ ഹുബ്ബിന്റെ അടയാളമാണ്. ഈ ദുന്യാവിന്റെ ഹുബ്ബ് അതോടൊപ്പം നിസ്യാനുൽ ആഖിറ, ആഖിറത്തെ മറക്കുന്നു, പരലോകം എന്ന കാര്യം പ്രവൃത്തിയെങ്കിൽ മറക്കുന്നു. പ്രവർത്തിക്കുമ്പോ പ്രവൃത്തി, ജീവിക്കുമ്പോ ജീവിതം, തിന്നുമ്പോ തീറ്റ, പറയുമ്പോ പറച്ചില്, ജീവിക്കുമ്പോ ജീവിതം, അത് കഴിഞ്ഞിട്ട് പിന്നെ ആഖിറം. ആഖിറം എന്ന് പറയുന്ന ജീവിതത്തിൽ നിന്ന് വിസ്മൃതമാവുക. ഇതുണ്ടായാൽ ഖൗഫുൽ ഫഖർ വഖൗഫുൻ നാർ. എങ്ങനെ അപ്പൊ കുട്ടികളെ പോറ്റുക? കുട്ടികളെ പോറ്റാൻ ജീവിക്കാൻ മാർഗമുണ്ടാകുമോ എന്ന പേടി. മനുഷ്യന്മാരെന്ത് പറയും? മനുഷ്യന്മാർ സ്വീകരിക്കുമോ? മനുഷ്യന്മാർ ഇന്നത്തെ തലമുറകളിൽ സ്വീകരിക്കുമോ? അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യന്റെ ഇടയിൽ നടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് എന്നിങ്ങനെ മനുഷ്യന്മാരെ പറ്റിയുള്ള പേടിയും, മനുഷ്യനെ പറ്റിയുള്ള പേടിയും, ഫഖറിനെ പറ്റിയുള്ള പേടിയും, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലായ്മയും, ദുന്യാവിനോടുള്ള ഇഷ്ടവും ഒരു മനസ്സിലുണ്ടോ, ഒരാൾക്കുണ്ടോ എങ്കിൽ അവന് ഉപകരിക്കുകയില്ല ഇൽമെന്ന് മഹാനായ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു തത്വവാക്യങ്ങൾ മാത്രം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഏത് കേന്ദ്രത്തിൽ നിന്നാണ്? ഏത് സ്രോതസ്സിൽ നിന്നാണ്? ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞു, 10 സമുദ്രങ്ങളിൽ നിന്നാണ് ഞാൻ വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നതും അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതും. എനിക്ക് ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ 10 മഹാസമുദ്രങ്ങളാണ്. 10 മഹാസമുദ്രങ്ങൾ. 5 സമുദ്രങ്ങൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, 4 ഖലീഫമാരും. ഈ 5 പേർ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഈ 5 പേരിൽ നിന്നും മലക്കുകളിൽ നിന്ന് 5 പേർ, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ, അർറൂഹുൽ അക്ബർ, ഇങ്ങനെ 5 മലക്കുകളിൽ നിന്നും 5 മഹാമനുഷ്യരിൽ നിന്നുമാണ്. ഇത് വലിയ സമുദ്രങ്ങളാണ്, ജ്ഞാനത്തിന്റെ സമുദ്രങ്ങൾ. ഈ ജ്ഞാന സമുദ്രങ്ങളിൽ നിന്നാണ് എനിക്ക് ഇൽമ ലഭിക്കുന്നതും എനിക്ക് വേണ്ട ചിന്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമെന്ന് പറഞ്ഞ മഹാനായ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതാണ്, ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഇൽമ ഉപകരിക്കുകയില്ല എന്ന്. ഈ ഇൽമ ഉപകരിക്കുന്ന ഇൽമ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. അതങ്ങനെ നമ്മൾ പഠിച്ചു ഇരിക്കണം. പഠിക്കുന്ന ഇൽമ ഉപകരിക്കും വേണം. ഇത് നമുക്ക് ആവശ്യമില്ലേ? ഉള്ള ആളുകൾ തന്നെയും ഇൽമ ഉപകരിക്കുന്നതിന്റെ മേഖലകൾ ചിന്തിക്കുമ്പോൾ അവനാന്റെ കാര്യം നന്നാക്കണം, അവനാന്റെ കാര്യം ശ്രദ്ധിക്കണം, അവനാന്റെ നിസ്കാരം ശരിയാണുണ്ടോ, അവനാന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായ ഒരു ശ്രമം നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിക്കുന്നതിൽ നിന്നോ പിന്തിരിപ്പിക്കുന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ വിടുന്നില്ല. പഠിക്കാൻ വിടുമ്പോഴേക്ക് അതിൽ മറ്റു പല